അപ്പം ഈ ഒരു കസ്റ്റമറിന് 2 ബ്ലൗസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിൽക്ക് ഫാബ്രിക്കിൻ്റെ അകത്ത് സ്ലീവ്സ് ഫുള്ളായിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് എൻ്റെ എല്ലാം തന്നെ ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത രീതിയാണ്. എന്നിട്ട് ഫ്രണ്ട് നെക്ക് ഇതേപോലെ വൈഡ് ആയിട്ട് നെക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ 1 പോർഷനിലായിട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് നെക്ക് ഇതേപോലെ നമ്മൾ ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ വണ്ണമുള്ള ഒരാളാണ്, എനിക്ക് ബോഡി ഷേപ്പ് കിട്ടത്തില്ല, എനിക്ക് പാഡ് വെച്ച് തരണം, അതുപോലെ തന്നെ എനിക്ക് സൈഡ് സിബ് മതി. ഇത് രണ്ടും ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. നെക്സ്റ്റ് ബ്ലൗസ് എന്ന് പറയുമ്പം ഇതായിരുന്നു അവരുടെ നെക്സ്റ്റ് ബ്ലൗസ്. അപ്പം ഇതിൻ്റെ അത് ആക്ച്വലി കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഒരു ക്ലോസ്ഡ് കോളർ പോലത്തെ പാറ്റേൺ വേണം എന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ മാറ്റിയിട്ട്, കാരണം ഒന്നാമത് ഹൈ നെക്ക് വരുന്നു, വീണ്ടും കോളർ വരുമ്പോഴത്തേക്കും ഒരു ബൾക്കി ഇഫക്റ്റ് കൂടുതലായിട്ട് തോന്നും. അതിന് പകരം നമ്മളൊരു ക്രൂ നെക്ക് പാറ്റേൺ ആയിട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കി എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് ആണ് ചെയ്തിരിക്കുന്നത്.